ഇന്ത്യ പോസ്റ്റിൻ്റെ GDSലേക്ക് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ടൈം ആയിട്ടുണ്ട്. അതായത് ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം, അതായത് മാർച്ച് 6 മുതൽ നിങ്ങൾക്ക് മാർച്ച് 8 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് തിരുത്താവുന്നതാണ്. അപ്പോൾ മാർച്ച് 6 മുതൽ നിങ്ങൾക്ക് മാർച്ച് 8 വരെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ അത് തിരുത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു തവണ നമുക്ക് അവസരം കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ തെറ്റുകളാണുള്ളത് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം നിങ്ങളത് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് അത് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അതല്ലാതെ നിങ്ങൾ ഒരു പ്രാവശ്യം എന്താണ് എഡിറ്റ് ചെയ്ത് വീണ്ടും അതിൽ കയറി അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാർച്ച് 6 മുതൽ നിങ്ങൾക്ക് മാർച്ച് 8 വരെയാണ് സമയമുള്ളത്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ആ ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതിൽ കയറിയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിനെ എഡിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ തരാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് തരാം, GeoCL EduLand എന്ന്. ഇനി നിങ്ങൾ എന്താണ് ജസ്റ്റ് നമ്മുടെ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് തരാൻ സാധ്യമല്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ GeoCL EduLand എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഗൂഗിളിൽ GeoCL EduLand എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ലേറ്റസ്റ്റ് ജോബ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെൻറ്റ് 2025 GDS അപ്ലിക്കേഷൻ എഡിറ്റിംഗ് ഈസ് നൗ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കേരള ജോബ്സിലൊക്കെ ഉണ്ടാവും. ഇനി ഇവിടെ കണ്ടില്ല, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് GDS എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അവിടെ സെർച്ച് എന്നുള്ളത് GDS എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല യൂട്യൂബ് വീഡിയോയിലാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇന്ത്യ GDS എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഇവിടെ കാണാം GDS എഡിറ്റ് ഫോം എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റുള്ളവരാണെങ്കിൽ ഇവിടെ ലേറ്റസ്റ്റ് കേരള ജോബ്സിലുള്ള ഇന്ത്യൻ GDS സെയിം പോസ്റ്റിലേക്ക് തന്നെയാണ് വരിക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കാണാം നിങ്ങൾക്ക് GDS എഡിറ്റ് ഫോം സെയിം പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് എടുക്കണം എന്നുള്ളൂ. അവിടെ GDS ഫോം എഡിറ്റ് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സമയത്തുള്ള രജിസ്ട്രേഷൻ നമ്പർ നമ്മളിവിടെ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ, നമുക്ക് ഡിവിഷൻസിൽ നമ്മൾ പ്രിഫറൻസ് കൊടുത്തതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചേഞ്ചസ് വരുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേഞ്ചസ് വരുത്തി ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിലേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക, അതിൽ ചോദിക്കാവുന്നതാണ്, ഫോളോ ചെയ്തിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് GDS റിലേറ്റഡ് ആയുള്ള ഫോം ഫില്ലിംഗ് ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ. ജസ്റ്റ് ആ ഡേറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതെന്ന് സൂചിപ്പിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് അടിക്കുക, സബ്മിറ്റ് കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫോം ഓപ്പൺ ആയി വരും. നിങ്ങളത് കംപ്ലീറ്റ് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, ആവശ്യമുള്ളവർ മാത്രം എഡിറ്റ് ചെയ്താൽ മതി. അല്ലാത്തവർ പോയിട്ട് വെറുതെ കയറിയിട്ട് അത് എന്താക്കേണ്ട, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും ആക്കേണ്ട. കാരണം അവിടെയും ഇവിടെയൊക്കെ മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളറിയാതെ തട്ടിപ്പോയിട്ടൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓൾറെഡി കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി നിങ്ങൾ വേറെ എന്താണ് ഇഷ്യൂസ് ഒന്നുമില്ല എന്നുള്ളത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും കയറി നിങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കയറിയിട്ട് ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു.